മധുരയോ തഞ്ചാവൂരോ അതുപോലുള്ള വളരെ പുരാതനമായ ക്ഷേത്രങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും അതിനേക്കാട്ടിലും എത്രയോ വർഷം പഴയതാണിത്. ക്രിസ്തുവർഷം 1000 അടുത്താണ് തഞ്ചാവൂര് ക്ഷേത്രത്തിന്റെ പണി തീർന്നത്. അതിപുരാതനമായതാണത്. അതിനേക്കാൾ 400 വർഷം കൂടെ പുറകിലാണ് ഇതിന്റെ ശില്പകല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കയറിയാൽ അതിന്റെ മേൽക്കൂര കല്ലുകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇന്നും മഴവെള്ളം ഒന്നും അതിൽ ചോരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിലെ കൊത്തുപണികൾ എത്ര ശ്രദ്ധയോടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലാൽ കിലയോ താജ്മഹാളോ ഒക്കെ പണിയുന്നതിനെ കഴിഞ്ഞും 1100 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം ഇതിന്റെ പണി. ഇതിന്റെ മൂലക്കല്ലുകൾ മേലെ നനയാതെ കൊടുത്തിരിക്കുന്ന കല്ല്, ഓരോ കല്ല് കൊത്തി അതിന്റെ മൂലക്കല്ലിനെ ഓടുപോലെ ഒരു 1000 കിലോയിൽ കൂടുതൽ ഓരോ കല്ലിന് കനം വരും. അത്രയും വലിയ കല്ലുകളാണ് മുകളിൽ കൊത്തി മഴ നനയാതെ അതിന്റെ സൈഡ് പിടിപ്പിച്ചിരിക്കുന്നത്. വിദേശികളാണ് ഇവിടെ കൂടുതലായിട്ട് എത്തിച്ചേരുന്നത്. ഇതിനുള്ളിൽ കയറിയാൽ ഇതിൻ്റെ മേൽക്കൂര ശ്രദ്ധിക്കുക. ഓരോ വലിപ്പമുള്ള കല്ലില് എന്തെല്ലാം ചിത്രപ്പണികൾ, ഓരോ തൂണിലും ഓരോ ചിത്രപ്പണിയാണ്. ഇതിന് എത്ര തൂണുണ്ട്, എത്ര ജനലുകളുണ്ട്, ഇതിനെല്ലാം തനിയെ ചിത്രപ്പണികളാണ് ഓരോന്നിലും. ഇത്ര ഭീമാകാരമായ ഓരോ കൽത്തൂണുകള് താഴെ എങ്ങനെയാണ് ബലവത്താക്കിയിരിക്കുന്നത്, ഇതിന് എത്ര വലുപ്പമുണ്ട്. ഇന്നിത് കൊത്തി ഇങ്ങനെ ഇട്ടാൽ പോലും ഇന്നത്തെ മിഷനറി കൊണ്ട് ഇതൊന്ന് നൂർത്ത് നിർത്താൻ പോലും സാധിക്കില്ല. ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് ഇടത്ത് കൈ കൊണ്ട് ഇതിൻ്റെ ചിത്രം വരയ്ക്കുന്നത് അയാൾക്കൊരു മനോസുഖം കിട്ടുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിയായ രീതിയിൽ സന്ദർശിക്കണമെങ്കിൽ 5-6 മണിക്കൂറെങ്കിലും ചുറ്റി നടന്നെങ്കിലേ തീരുകയുള്ളൂ. അത്രമാത്രം വിശാലമായിട്ടാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ഉള്ളിൽ മുകൾ ഭാഗം പണിതിരിക്കുന്ന ഓരോ കല്ലിലും കൊത്തുപണികളുണ്ട്, നിരവധി മൂർത്തികൾ. യുനെസ്കോയുടെ സംരക്ഷണത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള ഈ സംവിധാനം വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്.
എത്ര വിചിത്രമായ ശില്പകലയാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് കണ്ടുപിടിച്ചിരുന്നു, പിച്ചള കൊണ്ടാണോ, എന്ത് വസ്തുക്കൾ കൊണ്ട് ഇതിൻ്റെ കൊത്തുപണി നിർവഹിച്ചിരിക്കുന്നു എന്ന് ഇന്നും ആർക്കും യാതൊരു നിശ്ചയമില്ല. ഇന്ത്യൻ സംസ്കൃതി ഇത്ര വിപുലമായിട്ട് വളർന്നിരുന്ന ഏതെങ്കിലും കാലമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇന്ന് ഇതുമാതിരി ഒരു നിർമ്മിതി എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം വളരെ കാർഷിക സമൃദ്ധി പ്രാപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നിരിക്കാം. ഇല്ലെങ്കിൽ ഇത്ര വിശാലമായി ഇതുപോലെ ഇത് ചിട്ടപ്പെടുത്തി ഈ 1500 വർഷമായിട്ട് ഇടിഞ്ഞു വീഴാത്ത നിലയിൽ എങ്ങനെ ഇത് നിർമ്മിച്ചിരിക്കുന്നു. ഇതിനോട് ചേർന്ന് മറ്റു പല നിർമ്മിതികളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്ലുകളും മറ്റും പൊട്ടിച്ചിട്ടതും കാണാം. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളും ഇന്നും നടന്നു പോരുന്നു. തെങ്ങ് കൃഷിയൊക്കെ ഇന്നവിടെ വളരെയേറെ പ്രാബല്യത്തിലെത്തിയിട്ടുണ്ട്. മക്കാച്ചോളവും കരിമ്പ് കൃഷിയും വളരെ സജീവമായിട്ടുണ്ട്. നല്ല നിരപ്പായ സ്ഥലമാണ്. അധികം വെയിലില്ലാത്ത സമയം നോക്കിയിട്ട് പോകുകയാണെങ്കിൽ നല്ല സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. താമസിക്കാനുള്ള സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും എല്ലാം ഈ പ്രദേശത്തുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിലെ ഓരോരോ ചിത്രപ്പണികളും കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞു തീർന്നത് മാതിരിയാണ് കല്ലുകളൊക്കെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പരിസര പ്രദേശങ്ങളിലുള്ള കാർഷിക മേഖലകളാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തു കൂടിയാണ് കൃഷ്ണാ നദി ഒഴുകുന്നത്. മല്ലപ്രഭ എന്ന് പറയുന്ന നദിയാണ് ഇതിൻ്റെ പരിസര പ്രദേശത്തുകൾ ഒഴുകുന്നത്.